മുൻമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി വ്യാജ MLA പെൻഷൻ തട്ടിയെടുത്തെന്ന വാർത്ത നൽകിയ സംഭവത്തിൽ മാപ്പപേക്ഷിച്ച് ജനം TV ചീഫ് എഡിറ്റർ അനിൽ നമ്പ്യാർ. PR കൃഷ്ണൻ എന്ന മുൻ MLAയുടെ ഭാര്യയായി അഭിനയിച്ച് ശ്രീമതി പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തയ്ക്കെതിരെ മുൻമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിങ്ങിപ്പൊട്ടിയതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അനിൽ നമ്പ്യാർ ഖേദപ്രകടനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ടീച്ചറെ, സത്യമായിട്ടും ഇങ്ങനെയൊരു വാർത്ത സംപ്രേഷണം ചെയ്ത കാര്യം എനിക്കറിയില്ല. ഇന്നത് റിപ്പോർട്ട് ചെയ്ത ശാലിനിയെ ഫോണിൽ വിളിച്ച് ഞാൻ സംസാരിച്ചു. നിയമസഭയിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത് എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഇത് വച്ച് വാർത്ത കൊടുത്തതാണ്. സത്യത്തിൽ PR കൃഷ്ണൻ എന്ന പേരിൽ ഒരു MLA ഇല്ലെന്നാണ് മനസ്സിലാക്കാനായത്. അങ്ങനെയെങ്കിൽ ഈ മഹാബദ്ധം എങ്ങനെയുണ്ടായി എന്നല്ലേ അന്വേഷിക്കേണ്ടത്. വാർത്തയിലൂടെ ടീച്ചർക്കുണ്ടായ മാനഹാനിയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു ടീച്ചറെ. ഞാൻ ജനം TVയുടെ MD ഒന്നുമല്ല, ഒരു സാധാ തൊഴിലാളി, അത്രയുള്ളൂ. ഞാൻ ഈ വാർത്ത നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിച്ചേനെ. ഇതാണ് അദ്ദേഹം എഴുതിയത്. അതേസമയം 50 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള തൻ്റെ മാനത്തിന് ഇത്രയധികം കോട്ടം വരുത്തിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് PK ശ്രീമതി AKG സെന്ററിന് മുന്നിൽ മാധ്യമങ്ങളെ കണ്ടത്. വാർത്താ സമ്മേളനത്തിനിടെ നിയന്ത്രണം വിട്ട് കരഞ്ഞ മുൻ മന്ത്രിയെ കൂടെയുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും വനിതാ മാധ്യമ പ്രവർത്തകരുമാണ് ആശ്വസിപ്പിച്ചത്. PR കൃഷ്ണൻ എന്ന MLAയുടെ ഭാര്യയായി അഭിനയിച്ച് കുടുംബ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് പ്രചരണം. കേട്ടാൽ വിശ്വസിച്ചു പോകുന്ന തരത്തിൽ വളരെ മോശമായാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. 17 വയസ്സ് മുതൽ പൊതുരംഗത്തുള്ള എന്നെക്കുറിച്ച് പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ആക്ഷേപിക്കുന്നത്. അധ്യാപകനായ ഭർത്താവ് മരിച്ചപ്പോഴുള്ള പെൻഷൻ വെച്ച് സുഖമായി ജീവിക്കാൻ കഴിയും. 45 വയസ്സുവരെ സ്കൂളിൽ പഠിപ്പിച്ച എനിക്കെതിരെ ഇതുവരെ ഒരു പൈസയുടെ അഴിമതി ആരോപണം പോലും ആരും ഉന്നയിച്ചിട്ടില്ല. ഒന്ന് ചോദിക്കാൻ പോലും തയ്യാറാകാതെയാണ് ഇത്തരം വൃത്തികെട്ട പ്രചരണം നടത്തിയത്, PK ശ്രീമതി രോക്ഷത്തോടെ പറഞ്ഞു. സംഭവത്തിൽ ഓൺലൈൻ സാറ്റലൈറ്റ് ചാനലുകൾക്കും കണ്ണൂരിലെ സായാഹ്ന പത്രത്തിനുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അവർ അറിയിച്ചു. ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, സ്പീക്കർ, DGP, സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. നിയമസഭാ രേഖകളിലെ സാങ്കേതിക പിഴവോ അബദ്ധമോ മുൻനിർത്തി യാതൊരു വസ്തുതാ പരിശോധനയുമില്ലാതെ പൊതുപ്രവർത്തകരെ വ്യക്തിഹത്യ ചെയ്യുന്ന മാധ്യമപ്രവർത്തന രീതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഭരണപക്ഷത്തും സോഷ്യൽ മീഡിയയിലും ഉയരുന്നത്.